നിങ്ങൾക്ക് മടവൂർ ശൈഖുനായി ബന്ധപ്പെട്ട എന്ത് കേട്ടാലും പ്രശ്നമാണ്. ഇപ്പം മിനിയാന്ന് ഏതൊരു പാട്ടിറങ്ങി, പാട്ട് പിന്നെ ഞാൻ ഇപ്പോൾ പറയാതെ പോയതാ, പാട്ട് മാത്രം ഒരു പ്രസംഗം നടത്താൻ മാത്രം അതിനിപ്പോൾ മിനിയാന്നൊരു പാട്ടിറങ്ങി. ആ പാട്ടിനെ കുറിച്ച് വേറൊരു ചങ്ങായി വന്നേ, ജസ്റ്റ് ഓനൊന്ന് കൊണ്ടുവരുന്നുണ്ട്. കമന്റുകൾ എഴുതുകയാണ്. വിശ്വാസികളുടെ, പാവപ്പെട്ടവരുടെ ഈമാൻ കവർന്നെടുക്കുന്നു. ഇപ്പൊ പുതിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമമലായികത്തിൻ ഗുരുവാക്കും. എന്താ പാടിയത്? ഇബ്ലീസിനെ വേണ്ടി വന്നാൽ മടവൂര് പഴയതുപോലെയാക്കുമെന്നാണ്. മുമ്പ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. ആ ഇബ്ലീസിനെ വേണമെങ്കിൽ മടവൂരിന് പഴയതുപോലെയാക്കി മലക്കുകളുടെ ഉസ്താദാക്കാൻ കഴിയും എന്ന ഒരു പാട്ടാണ്. എങ്ങനെയാണ് മടവൂരിനത് കഴിയുക? അത് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടിയും അള്ളാഹു തആല നൽകുന്നതുമായ കാര്യങ്ങൾ കൊണ്ടല്ലേ ഏതൊരു വലിയും അവരുടെ കറാമത്തുകൾ പ്രകടിപ്പിക്കാറുള്ളൂ. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ ഇവൻ വഹാബി, ഇവനിന്നല്ല ഈ കൗമ് മുഴുവൻ വഹാബിയായി പോയി. നിരീശ്വരവാദികളെക്കാൾ കഷ്ടം. വല്ലതും അറിയോ ഔലിയാനെ കുറിച്ച്? ആ റിഫായിമാരൊന്ന് പാടങ്ങായി പാട്ട് മടവൂർ ശൈഖുനാനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായല്ലോ. റിഫായിമാല ഞങ്ങളൊക്കെ അത് പഠിച്ചു പോന്നതാ. ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇഫല്ലി എന്നെ തുടരെന്ന് ചൊന്നോവർ. ഇബ്ലീസ് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ റളിയല്ലാഹു അൻഹു ചതിക്കാനാ ചെന്നത്. പക്ഷേ മഹാനരായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു പറയാണ്, ഇഫല്ലി എന്നെ തുടരെന്ന് ചൊന്നോവർ. ഇബ്ലീസിനോട് പറയാണ്, എന്നെ തുടര്, ഇപ്പൊ ചെയ്യേണ്ടത് എന്നെ തുടർന്നോ, എങ്കിലോ നിന്നെ ഞാൻ അവ്വല് മഖാമതിൽ ആക്കുവാൻ എന്ന് കരുതി പറഞ്ഞോവർ. ഇബ്ലീസിനോട് പറയാണ്, എന്നെ തുടര്, എന്റെ മുരീദായാലെങ്കിലോ നിന്നെ ഞാൻ ഇബ്ലീസിനോടാ അവ്വല് മഖാമിൽ, ചിലപ്പോ മുമ്പുള്ളീന്റെ അപ്പുറത്തേക്ക് അറിയും, മുമ്പ് വലക്ക് ഉസ്താദ് അതിലപ്പുറമായല്ലോ. ഇപ്പത് അവ്വല് മഖാമതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. എന്താക്കുപ്പോ? ആകെ പ്രശ്നമായല്ലോ. റിഫായിമാനം വെട്ടണോ? റിഫായിമാനെ നീ എന്താക്കും മൗലവിമാരെ? എന്തിനാ ഞങ്ങളെ മുശാവറ പിരിച്ചുവിട്ട് പോയി? സുലൈമാൻ ഉസ്താദ് നല്ലൊരു നിഷ്കളങ്കനായ ഉസ്താദ്, അത് നിങ്ങളെ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിയിൽ എണ്ണേണ്ടതാണ്. നമ്മൾ എണ്ണിയില്ലേ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ഇ കെ ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, പിന്നെ നിങ്ങളെ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ ആ വഴിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ രൂപത്തിൽ എണ്ണേണ്ട ആളാ സുലൈമാൻ ഉസ്താദ്. അത് അവരെ നിഷ്കളങ്കമായ അവസ്ഥയും അവർ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണില്ല, അതല്ലേ പ്രശ്നം. അവരെ നിഷ്കളങ്കതയും കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് നിങ്ങളെ കൂട്ടത്ത് കൂട്ടാനേ പറ്റൂല, അത് വേറെ. പക്ഷെ നിങ്ങളെ കഥ എന്ത് മക്കളെ? റിഫായിമാരിലല്ലേ? ഇനി റിഫായിമാരൊന്നും വേണ്ട, ഹദീസ് എടുത്തു നോക്കി. ഇഹിയ അടക്കമുള്ള എല്ലാ കിതാബിലും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ ലഖിയഹു ഇബ്ലീസ് കണ്ടുമുട്ടി. ഇബ്ലീസിനോട് ചോദിച്ചു, ഇബ്ലീസ് ചോദിക്കുകയാണ്, യാ മൂസ അൻതല്ലദി ഇസ്തഫാക്കല്ലാഹ്, നിങ്ങൾ അല്ലാഹ് പ്രത്യേകം സെലക്ട് ചെയ്ത ആളല്ലേ, ഞാനും അള്ളാൻ്റെ ഒരു സൃഷ്ടിയല്ലേ, ഞാൻ വലിയ തെറ്റൊക്കെ ചെയ്തു, ഉരീദു അൻ അതൂബ്, എനിക്കൊന്ന് തൗബ ചെയ്യണമെന്നുണ്ട്, നിങ്ങളൊരു അവസരം ഒരുക്കി തരണം. ഇബ്ലീസ് മൂസാ നബിനോട് ഖുർആൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ അർത്ഥം എനിക്ക് തിരിയാഞ്ഞിട്ടാ. അങ്ങനെ മൂസാ നബി ആയിക്കോട്ടെ, ഞാൻ പറയാം. ഫലമ്മാ സഈദ മൂസ അൽ ജബൽ, ഹദീസിൽ കാണാം, മല കയറി. മൂസാ നബി കല്ലമ റബ്ബഹു അസ്സ വജൽ, അള്ളാഹിനോട് സംസാരിച്ചു. അള്ളാഹിനോട് പറഞ്ഞു, ഇബ്ലീസ് യുരീദു അൻ തതൂബ അലൈ, തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാ പറഞ്ഞ്. അള്ളാഹ് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളെ ശഫായത്തിൽ ഞാൻ റെഡി. എന്താ ചെയ്യണ്ടി? ആദം നബിയുടെ ഖബറുണ്ടല്ലോ അവിടെ, ആ ഖബറിൽ പോയി, ആ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്താൽ രക്ഷപ്പെടും. മൂസാ നബി വന്നു പറഞ്ഞു. അപ്പോൾ ആള് പേരോടാണല്ലോ, അല്ല ഇയാളാണല്ലോ. അപ്പോൾ ഓൻ പറഞ്ഞു, ലം അസ്ജുദ് ലഹു ഹയ്യൻ,
ഞാൻ ജീവിതകാലത്ത് തന്നെ ആദമിന് സുജൂദ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ഖബറിൻ്റെ അടുത്താ സുജൂദ്, അതിനെ കൊണ്ട് അയ്യുലാറും അങ്ങനെ പോയതാ. ഇനി വേണമെങ്കിൽ ഓനെ കൊണ്ട് സുജൂദും ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ആൾ ഒന്നുണ്ടെങ്കിൽ അത് സമാനിലുള്ളത് മടവൂര് ശൈഖുനയാണ്. അല്ലാഹു തആലാക്ക് പുറത്തെടുക്കുന്നതിന് എന്താണോ പ്രശ്നം? മാനൻസഖ് മിൻ ആയത്തിൻ, അല്ലാഹ് പറഞ്ഞില്ല ഒരു ആയത്ത്, അതിനെ നമ്മൾ ചിലപ്പോൾ ദുർബലാക്കും, അതിലെ നല്ല നമ്മൾ കൊണ്ടുവരും. അള്ളാഹിൻ്റെ ആൾക്കാർ ചോദിച്ചാൽ മാപ്പ് കൊടുക്കും. ഇബ്ലീസ് ചെയ്യേണ്ടി വരും. അതിൽ അവല് മക്കാം അതിൽ എത്തിപ്പിച്ചു തരാന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങളോട് ചോദിക്കൂല, രണ്ടും ഒന്നല്ലേ. ഇബ്ലീസിന് ഇപ്പം അവനോട് ചോദിക്കേണ്ടില്ലല്ലോ അവർ. അപ്പം എന്താ ഇപ്പം പല അവസ്ഥ? മൊത്തം പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പേരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് സുന്നി അല്ലാത്തവർക്ക് കെട്ടിച്ചു കൊടുക്കരുത്. വളരെ കാര്യമാണ്. ഇങ്ങനത്തെ ഒരൊറ്റ ഒന്നിനും കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഈ പറഞ്ഞൊരൊന്നിനും എ പി വിഭാഗത്തിൽ പെട്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതിന് നല്ല മനുഷ്യന്മാരൊക്കെ ഒരുപാടുണ്ട്.